എൻ്റെ പേര് ബെറ്റ്സി എന്നാണ്. ഞാൻ കോട്ടയത്താണ് വീട്. ഞാനൊരു നേഴ്സാണ്. കോട്ടയത്തൊക്കെയാണ് പഠിച്ചു വളർന്നതൊക്കെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ മംഗലാപുരത്താണ് നേഴ്സിംഗ് പഠിച്ചത്. ഞാനിപ്പോൾ ഹൂസ്റ്റണിൽ എൻ്റെ ടെക്സസിൽ എൻ്റെ ചേച്ചീനെ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പം ഹൂസ്റ്റണിൽ അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ട് ഹൂസ്റ്റണിൽ എൻ്റെ മമ്മിയും ചേച്ചിയും ഒക്കെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ വരാം, ഈ വീഡിയോ ഒന്ന് ചെയ്യാം എന്ന് വെച്ചിരിക്കുന്നത് എനിക്കൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു കാര്യം പറയാൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേഴ്സാണെന്ന്. ഞാൻ അത് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് മംഗലാപുരത്ത് പഠിച്ച് അത് കഴിഞ്ഞ് ഞാൻ സൗദിയിലായിരുന്നു 1-2 വർഷം. അവിടുന്ന് ഞാൻ അയർലൻഡിലോട്ട് മൂവ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ 9-9.5 വർഷമായിട്ട് അയർലൻഡിലായിരുന്നു. ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് 2021 എൻ്റെ ഡാഡി മരിച്ചു. അപ്പം ചേച്ചി, ഞങ്ങൾ 2 പിള്ളേരാണ്, ഞാനും എൻ്റെ ചേച്ചിയും. ചേച്ചി ടെക്സാസിലാണ്. അപ്പം അവരിവിടെ ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടൊക്കെ ഇരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഫാമിലിയുടെ വയസ്സ് ഇങ്ങോട്ട് മൂവ് ചെയ്യേണ്ടിയെന്നൊന്ന് തോന്നി അമേരിക്കയിലോട്ട്. കാരണം 2 പേരും 2 കോണ്ടിനെന്റിലായിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ 2022 എൻക്ലക്സ് ആർ.എൻ എഴുതി. സെപ്റ്റംബർ 2022 ഞങ്ങളിങ്ങനെ എൻക്ലക്സ് ആർ.എൻ എഴുതി. എന്നിട്ടും കാര്യം ഈ അമേരിക്കയിലോട്ട് വരാൻ ഒത്തിരി ടൈം എടുക്കുകയും പിന്നെ ഇപ്പോഴത്തെ EB3 ഗ്രീൻ കാർഡ് വിസ വരുവാണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഫാമിലി ഫയൽ ചെയ്യുവാണെങ്കിലും, അതല്ല നമ്മൾ ഫയൽ ചെയ്തിട്ട് നമ്മൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തിട്ട് വരാനാണെങ്കിൽ ഏകദേശം 10-12 വർഷത്തോളം എടുക്കുന്ന ഒരു വലിയ പ്രോസസ്സാണല്ലോ. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യൻസിന് നേഴ്സ് അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് വിസ. സോ ഞങ്ങൾ അതുകൊണ്ട് വേറെ എന്ത് വഴി എന്നിങ്ങനെ ആലോചിച്ചിരുന്ന് ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ഇൻ്റർനെറ്റും കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് ഞാനും സിസ്റ്ററും ഫാമിലി എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ 2023 ജൂൺ ഫെബ്രുവരിയോളം ഞങ്ങൾ അറിഞ്ഞു ഇങ്ങനെ H1B എന്ന് പറഞ്ഞൊരു വിസ അവർ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന്. ഈ കോവിഡിൻ്റെ ഇത് കാരണം, കോവിഡൊക്കെ കാരണം ഈ അമേരിക്കയിൽ നേഴ്സുമാരുടെ ഷോർട്ടേജ് കാരണം അവർ ഓപ്പൺ ഇത് പണ്ട് ഇങ്ങനെ ഒരു വിസ ഉണ്ടായിരുന്നു. പക്ഷെ അധികം ആരും അങ്ങനെ ആ വിസയിൽ നേഴ്സുമാരും അങ്ങനെ കയറി വരത്തില്ല. എഞ്ചിനീയേഴ്സ് വരും. കാരണം നേഴ്സുമാർ സാധാരണ വരുന്നത് EB3 അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് വിസ എന്നുള്ള ഒരു രീതിയിലാണ്. കാരണം അവർ വന്നാൽ അത് സ്ഥിരമായിട്ട് അവർക്ക് 10 വർഷത്തേക്കൊരു വിസയാണ്. ഈ H1B കാരണം 3 വർഷം അത് കഴിഞ്ഞ് റിന്യൂവും. അങ്ങനെ ഒരു എന്താണ് അതിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചർ എന്ന് അറിയാൻ മേലാത്തത് കൊണ്ടായിരിക്കും അധികം ആരും അങ്ങനെ പണ്ട് ഇങ്ങനെ ഈ H1B വിസ ഉണ്ടായിരുന്നെങ്കിലും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ഇടയ്ക്ക് അത് അങ്ങനെ ഒരു സാധനം നിർത്തലാക്കി. അത് പിന്നെയും ഫെബ്രുവരി, ഈ 2023 ഫെബ്രുവരിയിൽ അവർ അതിനെക്കുറിച്ച് ഡിസ്കഷനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ എൻക്ലക്സ് എഴുതിയിരുന്നത് കൊണ്ടും ഒക്കെ ഞങ്ങളിങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അപ്ഡേറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പം 2023 തന്നെ മെയ് അവസാനം ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ, ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ ആണ്. വാഷിങ്ടണിലാണ് ആ ഹോസ്പിറ്റൽ. അപ്പം വാഷിങ്ടൺ സ്റ്റേറ്റ്, അവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്യുകയും അവിടെ അവർ ഗൾഫിലെ എക്സ്പീരിയൻസ് കൊണ്ടും പിന്നെ ഈ അയർലൻഡിലെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ UK നിന്നും അയർലൻഡിൽ നിന്നും ഒക്കെ ഉള്ള നഴ്സുമാരെ, അല്ലെങ്കിൽ ഖത്തറിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ ഉള്ള നഴ്സുമാരെയൊക്കെ അവർ ഇങ്ങനെ ഈ H1B വിസ വെച്ചിട്ട് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ആദ്യമേ ഒരു പേടിയായിരുന്നു, എന്താണ് ഈ H1Bയിൽ വന്നാൽ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ക്വിക്കസ്റ്റായിട്ട് കിട്ടാവുന്നതും സെക്വേർഡ് ആണ് ഈ വിസ. കാരണം 3 വർഷത്തേക്കാണ് നമ്മൾ കോൺട്രാക്റ്റ്. അവർ സൈൻ ഓൺ ബോണസും അല്ലാതെ റീലൊക്കേഷൻ അലവൻസും ഒക്കെ ഞങ്ങൾ വന്നിരുന്ന സമയത്ത് തന്നിരുന്നു. ഞാൻ വന്നിട്ടിപ്പോൾ 3 മാസമായി. ഞാൻ മെയ് അവസാനം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ജൂൺ ആദ്യത്തോടുകൂടി ടെക്സസിലാണ് എൻ്റെ ആദ്യമത്തെ രജിസ്ട്രേഷൻ ചെയ്തിരുന്നത്. ഞാൻ അവിടുന്ന് അത് എൻഡോസ് ചെയ്ത് വാഷിങ്ടണിലോട്ട് നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്തു. അതിനൊക്കെ എനിക്ക് ഏകദേശം ഒരു 3 ആഴ്ച ഞാനത് എൻ്റെ സിസ്റ്റർ ഹെൽപ്പ് ചെയ്ത് അത് ക്വിക്ക്ലി ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരോട് അവരുടെ ടൈമിങ്ങിൽ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് സ്പീഡപ്പ് ചെയ്യാം. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ടൈമിൽ വിളിച്ച് ഇത് എന്താണെന്നൊക്കെ ഫോളോ ചെയ്ത് ഇങ്ങനെ ക്വിക്ക് എൻഡോസ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു 3 to 5 weeks ഒക്കെ എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ നഴ്സിംഗ് രജിസ്ട്രേഷൻ എൻഡോസ്മെൻറ്റ്.
അപ്പം ടെക്സാസിൽ നിന്ന് ഞാൻ എൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ വാഷിങ്ടണിലോട്ട് എൻഡോസ് ചെയ്ത് അത് കിട്ടി. അതിന് കൊലാട്രലായിട്ട് തന്നെ, അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബാക്കി എൻ്റെ H1Bയുടെ പേപ്പർ വർക്കൊക്കെ ചെയ്തു. അപ്പം എനിക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ തന്നെ ഉള്ള ഒരു സോളിസിറ്റേഴ്സ് ഉണ്ട്. അവർ എൻ്റെ H1B പേപ്പേഴ്സ് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് യാതൊരുവിധ പൈസയും ഇങ്ങനെ ഫാമിലി ആയിട്ട് മൂവ് ചെയ്തത് കൊണ്ടുള്ള ചിലവല്ലാതെ ഈ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ വിസയുടെ രീതിയിൽ യാതൊരുവിധ ചിലവും ഇല്ല. എൻ്റെ എയർ ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലാണ് എടുക്കുന്നത്. ആൻഡ് ആ റീലൊക്കേഷൻ ബെനിഫിറ്റിൽ നിന്ന് അവരത് ഡിഡക്റ്റ് ചെയ്തോളും. അങ്ങനെ ഈ H1B എനിക്ക് ഏകദേശം ഒരു എല്ലാ കാര്യങ്ങൾ കൂടെ H1Bക്ക് അപ്ലൈ ചെയ്തിട്ടും ജൂലൈ 17-ാം തീയതിയാണ് ഞാൻ H1Bക്ക് ആദ്യമേ വെക്കുന്നത്. H1B ഏകദേശം 3-4 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് അപ്രൂവൽ ആയി കിട്ടി. പിന്നെ അയർലൻഡിൽ നിന്നായതുകൊണ്ട് എനിക്ക് അമേരിക്കയുടെ കൗൺസിലേറ്റിൽ നിന്നൊരു ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നത് ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നും ഒക്കെ തന്നെയും വളരെ എളുപ്പത്തിൽ കിട്ടും. ഇന്ത്യയിൽ ഇത് കുറച്ച് ഡിലേ ഉണ്ട്. ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ ഈ H1Bയുടെ കൗൺസിലേറ്റ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്, അതാണ് വേറൊരു കടമ്പ. ആ ഡേറ്റ് കിട്ടാൻ ഒരു ശകലം താമസമുണ്ട്. അപ്പം എനിക്കിത് പെട്ടെന്ന് കിട്ടിയത് കൊണ്ട് തന്നെ കൗൺസിലേറ്റ് ഇൻ്റർവ്യൂവിൽ പിന്നെ ഞാൻ നേരത്തെ അമേരിക്കയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ ചോദ്യോത്തരങ്ങളൊന്നും ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ ഡേറ്റാസോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ഡയറക്റ്റ് തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവർ ഡയറക്റ്റ് ഹസ്ബൻഡിനോടും ചോദിച്ചു, ഈ വിസയിൽ വരുമ്പോൾ ഹസ്ബൻഡിന് വരുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. H1Bന്ന് ഞാൻ വാഷിങ്ടണിലോട്ട് ഈ വിസ എടുക്കാൻ കാരണം ടെക്സാസിലെ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഏജൻസികൾ ഈ വിസ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും അവർ 2 വർഷത്തിന് ശേഷമാണ് EB3, അതായത് നമ്മുടെ ഗ്രീൻ കാർഡ് ഫയൽ ചെയ്യാമെന്നുള്ള കോൺട്രാക്റ്റ് തരുന്നത്. പക്ഷേ വാഷിങ്ടണിലാണെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു 3 മാസം കൊണ്ട് നമ്മൾ വന്ന് നമ്മുടെ 3 മാസം കൊണ്ട് ഈ EB3 അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഫയൽ ചെയ്ത് തരാം എന്നുള്ള ഇതാണ്. അപ്പോൾ ഈ 2 വർഷം നിന്നാൽ അതിനുള്ള ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, H1B കഴിഞ്ഞ് EB3 ഫയൽ ചെയ്താലേ ആ EB3യുടെ പ്രയോറിറ്റി ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ അൺലിമിറ്റഡ് ആയിട്ട് ഈ H1B റിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. H1B എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു 3 വർഷം വിസയാണ്. നമുക്ക് സാധാരണ ഈ EB3 അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു 3 വർഷം കൂടെ മാത്രമേ അത് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ടോട്ടൽ 6 വർഷം. ഈ 6 വർഷം കഴിയുമ്പോൾ നമ്മൾ 1-2 വർഷത്തേക്ക് വേറെ സ്ഥലത്തോട്ട് സാധാരണ മാറണം. അങ്ങനെയാണ് സാധാരണ എഞ്ചിനീയർമാരെ ഒന്നെങ്കിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും അങ്ങനെയൊക്കെ വേറൊരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുകയോ അങ്ങനെ മറ്റോ ആണ് ചെയ്യുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അവരുടെ സെക്ഷനിൽ നിന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ കേട്ടിരിക്കുന്നത് എങ്ങനെയാണ്, അപ്പം നമ്മുടെ അതായത് നേഴ്സുമാരുടെ ഇതിൽ H1Bയിൽ വന്നാൽ നമ്മൾ H1B വന്നു കഴിഞ്ഞിട്ട് ഈ 3 മാസം കഴിഞ്ഞ് EB3 അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ ഏകദേശം 3-4 മാസം കഴിയുമ്പോൾ അവർ ഈ EB3ക്ക് ഉള്ള പേപ്പറെല്ലാം ഇത് അപ്ലൈ ചെയ്ത് അത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്രയോറിറ്റി ഡേറ്റ് അല്ലെങ്കിൽ I-140 അപ്രൂവൽ ആ ഒരു ഡേറ്റ് കിട്ടും. അപ്പം ആ ഡേറ്റ് കിട്ടിക്കഴിയുമ്പം ആ ഡേറ്റ് വെച്ച് നമുക്ക് നമ്മുടെ ഹസ്ബൻഡുമാർക്ക് അല്ലെങ്കിൽ ഹസ്ബൻഡിനുള്ള എംപ്ലോയി ഓതറൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതിനെല്ലാം കൂടെ ഒരു സാധാരണ ഒരു 8-9 മാസമാണ് അവർ സാധാരണമായിട്ട് എടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പം അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇവർ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം പ്രീമിയം ആയിട്ട് ചെയ്യും. അപ്പം ഇച്ചിരിയും കൂടെ, അതായത് സാധാരണ 1 മാസം മുതൽ 6 മാസം എടുക്കുന്ന ഈ പേപ്പർ ഈ അപ്രൂവലിന് 15 ദിവസം കൊണ്ട് എന്താണെങ്കിലും നമ്മൾ EB3 വെച്ച് കഴിയുമ്പോൾ I-140 കിട്ടണം. അല്ലെങ്കിൽ അപ്രൂവൽ ഡേറ്റ് പ്രയോറിറ്റി ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പ്രീമിയം പ്രോസസ്സിങ് അതെല്ലാം നമ്മുടെ ഹോസ്പിറ്റല് സ്പോൺസർ ചെയ്ത് തരും. അപ്പം ഇങ്ങനെ ഞാൻ
കുറച്ച് ബെനിഫിറ്റും എല്ലാം ഔട്ട്വേ ചെയ്ത് ആണ് ടെക്സാസിലാണ് സിസ്റ്ററെങ്കിലും ഞാൻ വാഷിങ്ടണിലോട്ട് വരാം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. കാരണം നമ്മളിവിടെ വരുന്നത് നമ്മുടെ വിസ നമ്മളൊരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തോട്ടുള്ള ഒരു പറിച്ചുനടിയിലാണല്ലോ. അപ്പം അവിടുന്ന് അങ്ങനെ നമ്മൾ മാറുമ്പം നമുക്കൊരു എന്താണ് എന്നുള്ള ഒരു അൺസർട്ടനിറ്റിയോ അല്ലെ ഒരു ഫിയറോ വരരുതല്ലോ. അപ്പോൾ ഒരു സെക്വേർഡ് ആകാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വാഷിങ്ടണിലോട്ട് വന്നത്. കാരണം ആദ്യത്തെ ഒരു ദൂരമാണ്, എല്ലാവരും പറയും തണുപ്പുണ്ടെന്ന്, പക്ഷെ അയർലൻഡിനെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പം വളരെ നല്ല കാലാവസ്ഥയായിട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ വാഷിങ്ടൺ എന്ന് പറയുന്നത് വാഷിങ്ടൺ സ്റ്റേറ്റ് ആണ്. വാഷിങ്ടൺ DC സ്റ്റേറ്റും രണ്ടും രണ്ടാണ്. അപ്പം ഞങ്ങൾക്ക് അത് ആദ്യമേ അറിയത്തില്ലായിരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊക്കെ അല്ലെ നമ്മുടെ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്കിതൊക്കെ അറിയാവുന്നത്. സോ ഞങ്ങൾ ഈ ഒരു കാരണം കൊണ്ടാണ് ടെക്സാസിന്റെ ഓഫർ എടുക്കാതെ വാഷിങ്ടണിലെ ഓഫർ കറന്റ് എടുത്തത്. ഇനി ഫ്യൂച്ചറിൽ ടെക്സാസിലൊക്കെ ഈ ഓഫറായിട്ട് കയറി വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം നിലവിൽ അലാസ്കയും ഈ വാഷിങ്ടണും ഇങ്ങനെ രണ്ട് സ്ഥലമാണ് നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത്. എനിക്ക് പിന്നെ പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എനിക്കിതിനെക്കുറിച്ച് വളരെ ഇപ്പോൾ വാഷിങ്ടണിലുണ്ട് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട് എന്നുള്ളത് മാത്രമേ എനിക്കറിയാവുന്നത്. അതല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ഞാനിങ്ങനെ ഇൻ്റർനെറ്റിൽ കൂടുതൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഇപ്പം ഒരു ഏജൻസി അവർ നമ്മളുടെ കയ്യിൽ നിന്നൊന്നും പൈസയൊന്നും മേടിക്കുന്നില്ല, ഹോസ്പിറ്റലിൽ അവർക്ക് കൊടുക്കുമായിരിക്കും. അപ്പം ഒബ്വിയസ്ലി അതായിരിക്കണമല്ലോ. അപ്പം അവരുടെ ഗ്ലോബൽ നഴ്സ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസി, അവർ പണ്ട് വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ അമേരിക്കയിലോട്ട് റിക്രൂട്ട് ചെയ്ത് നടത്തിയിരുന്നതാണ്. അവർ പിന്നെ ഒരിടയ്ക്ക് നിർത്തിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം EB3 ഒന്നും ഇല്ലാതെ, കാരണം അവർ ജെനുവിനായിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നതാണ് ആസ് ഫാർ ആസ് ഐ നോ. അപ്പം അവരിപ്പോഴും UK, അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിലോട്ട് ധാരാളമായിട്ട് നഴ്സുമാരെ കൊണ്ടുവരുന്നത്. അപ്പം അവർ ത്രൂ ആണ് എനിക്കിങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. എന്നെ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഹയർ ചെയ്യുമായിരുന്നു ഇന്റർവ്യൂ ത്രൂ. അത് കഴിഞ്ഞിട്ട് അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ഇപ്പം പലവരും ഞാനിവിടെ വന്നതിന് ശേഷം എന്നോടും എൻ്റെ സിസ്റ്ററിനോടും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്ര വേഗം ഞങ്ങളിവിടെ എത്തിയെന്ന്. കാരണം ഞാൻ എൻ്റെ ചേച്ചിയുടെ ഞാനും ഫാമിലി എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ഹോളി കമ്മ്യൂണിയന് മെയ്യിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം മെയ്യിൽ അമേരിക്ക വന്നിരുന്നത് കൊണ്ട് ടൈം സോൺ എളുപ്പമുള്ളായിരുന്നല്ലോ ഓൺലൈൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. ഞങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് എടുക്കാനുള്ളതുകൊണ്ടാണ് സ്പീഡപ്പ് ആയിട്ട് ഈ പേപ്പർ വർക്കൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞങ്ങൾ അന്ന് മെയ്യിൽ ഇവിടെ 2023 മെയ്യിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത്ര പെട്ടെന്ന് സെപ്റ്റംബറിൽ ഞങ്ങളിവിടെ തിരിച്ച് വീണ്ടും ഒരു ജോലിക്കായിട്ടല്ല ഞങ്ങളിങ്ങനെ ഒരു മൂവ് ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ ഫാമിലീനെ കൊണ്ടുവരണമെന്നോ, അല്ലെങ്കിൽ ഇപ്പം ഈ ഗ്രീൻ കാർഡ് കാരണം എല്ലാവരും ഗ്രീൻ കാർഡിന് ഉള്ള ഡിലേ കാരണം എല്ലാവരും ഇങ്ങനെ ഫാമിലീനെ കൊണ്ടുവരാനൊക്കെ ഭയങ്കര വിഷമിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ സാധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ആണല്ലോ. അപ്പം അങ്ങനെ ഉള്ളപ്പം ഇവിടെ കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളതുണ്ടെങ്കിൽ തീർച്ചയായും നോക്കാവുന്ന ഒരു വിസയാണിത്. റിസ്ക് ആണ്. ഇതിൻ്റെ ഭാവി എന്താണ്, ഇത് കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ഇതൊന്നും നമുക്കറിയത്തില്ല. എന്നാലും ഇപ്പം ഉള്ള ഞങ്ങളുടെ പ്രതീക്ഷ ഇത് H1B ഈ 3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3 വർഷം അല്ല, ഇത് അൺലിമിറ്റഡ് ആയിട്ട് അവർ റിന്യൂ ചെയ്ത് തരാമെന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ നിയമം ഉള്ളതാണ്. അൺലിമിറ്റഡ് ആയിട്ട് അവർ ഓരോ 3 വർഷം കൂടി ഓരോ എംപ്ലോയറിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന എംപ്ലോയർ H1B റിന്യൂ ചെയ്യുവാണ് ചെയ്യേണ്ടിയത്. അപ്പം EB3 ഇവർ ഫയൽ ചെയ്യുമെന്ന്, ഗ്രീൻ കാർഡ് ഫയൽ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ 3 മാസം കൊണ്ട്. അത് സാധാരണ എല്ലാവർക്കും എടുക്കുന്നത് പോലെ, അതായത് സാധാരണ ഇന്ത്യയിൽ ജനിച്ച, ഞാൻ ഐറിഷ് സിറ്റിസൺ ആണ്, പക്ഷെ എൻ്റെ ബർത്ത് പ്ലേസ് ഇന്ത്യയിലായതുകൊണ്ട് ഞാൻ എൻ്റെ ബർത്ത് പ്ലേസ് ആണ് വാലിഡായിട്ട് നോക്കുന്നത്. അപ്പം ഇന്ത്യയിൽ ജനിച്ച ആർക്കും ഏകദേശം ഒരു 12 തൊട്ട് 14 വർഷം വരെയാണ് ആ വിസയ്ക്ക് എടുക്കുന്നത്. അപ്പം ഇതെപ്പോഴത്തേക്ക് കിട്ടുമെന്നോ, ഇത് നമ്മളുടെ ഏതെങ്കിലും ഇനി അത് നീണ്ടു പോകുമോന്നോ ഒന്നും നമുക്കറിയത്തില്ല. കാരണം ഇപ്പോഴും ഒത്തിരി അനേക ലക്ഷം ആളുകളുടെ പേപ്പർ വർക്കുകൾ EB3